Good morning, welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ തോമസ് വർഗീസാണ്. അദ്ദേഹം കേരള ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. എറണാകുളം മുതൽ കോയമ്പത്തൂർ വരെ വ്യാപിച്ച് കിടക്കുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3201 അതിൻ്റെ ക്യാൻസർ പ്രോജക്റ്റിൻ്റെ ചെയർമാനാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എറണാകുളത്തെ റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ഈ കഴിഞ്ഞ നവംബർ 6-ാം തീയതി മനോരമ പത്രത്തിൽ ട്രാഫിക് വാർഡന്മാർക്ക് മാസ്കുമായി ക്യാൻസർ രോഗവിദഗ്ധൻ എന്ന തലക്കെട്ടുമായി വന്ന വാർത്തയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നാം ഒക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള വ്യക്തികളായി മാറുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുമായിട്ട് ചേർന്നിട്ടുള്ള സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കൊച്ചിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ പ്രധാന ജോലി ഒരു ക്യാൻസർ സർജൻ്റെ ജോലിയാണ്. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഈ റോട്ടറി ക്യാൻസർ പ്രോജക്റ്റിൻ്റെ ചെയർമാനാണ്, കേരള ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്, കമ്മ്യൂണിറ്റി ഓങ്കോളജിയുടെ ആളാണ്. എന്താണ് ഈ കമ്മ്യൂണിറ്റി ഓങ്കോളജി? കമ്മ്യൂണിറ്റി ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ക്യാൻസർ വരാതെ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഒരു ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ സാധിക്കും. അന്നേരം ഈ ട്രാഫിക് പോലീസുകാർക്ക് ഈ മാസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരല്ല കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, എല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾ. ഇത് വരണം. അത് വരണമെങ്കിൽ ലൈൻ ട്രാഫിക് വരണം. ഈ ലൈൻ ട്രാഫിക് വന്നു കഴിയുമ്പോൾ കേരളത്തിൽ സാധ്യമാണ്. ഡോക്ടർ, ഈ ലൈൻ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ ട്രാഫിക് നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ വാഹന സാന്ദ്രത കാരണമായിട്ടുണ്ടാകുന്ന ട്രാഫിക് ജാമിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ, വെഹിക്കിളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കൊണ്ട് സാധാരണഗതിയിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അത് നിങ്ങളുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നല്ല ചോദ്യം. ഒരു വാഹനമല്ലേ കാർ പൂളിങ്, അതൊരു പുതിയ കൺസെപ്റ്റാണ്. അത് നമ്മൾ IT കമ്പനികൾ ജോലി ചെയ്യുന്ന എത്രയോ ഓഫീസർമാർ ഒരേ സ്ഥലത്ത് ഒരു ഓഫീസിലേക്ക് പോകും. യു ക്യാൻ ഹാവ് ഇറ്റ്. ഇപ്പം ഗവൺമെൻറ് കൊണ്ടൊരു നല്ല കാര്യം പറയണം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ വലിയ വലിയ ഹ്യൂജ് ബിൽഡിങ്സ് വരുന്നു. ഇത് പണ്ടേ ചെയ്യേണ്ടതാണ്. അവിടെ തന്നെ ഓഫീസ്, അതിനകത്ത് തന്നെ ആൾക്കാർ ജോലി ചെയ്യുന്നു, അവിടെ തിരിച്ച് വീണ്ടും യാത്ര ചെയ്ത് അവിടെ തന്നെ പോകുന്നു. അപ്പം ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ചിലവുകൾ വരുന്നില്ല. അപ്പോൾ അതിനുശേഷം കൊച്ചിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാറിൽ ഡ്രൈവ് ചെയ്ത് അവിടെ ഇവിടെയും പോയ സമയത്ത് ഒരുപാട് ട്രാഫിക് പോലീസുകാരൊന്നും ഇത് ധരിച്ചതായി കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇമ്പാക്റ്റ്. അതെ, പലപ്പോഴും നമുക്കറിയാം ഏത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും മടിയാണ്. മടിയാണ് എന്താണെന്നുള്ള കാര്യം. ഞാൻ ഈയിടെ ഈ പത്രത്തിൽ വായിച്ചല്ലോ, ഇൻഫോ പാർക്കിനകത്ത് അല്ലെങ്കിൽ IT പാർക്കുകളിലൊക്കെ ഇന്ന് സൈക്കിൾ ആസ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. മനസ്സ് ഉണ്ടെങ്കിൽ മാറ്റം വളരെ എളുപ്പമാണ്. മനസ്സില്ലെങ്കിൽ ഒരു മാറ്റവും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നിസ്സാരങ്ങളായ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു സ്റ്റഡീസ് പറയുന്നത് 4 പ്രധാനപ്പെട്ട ട്രാഫിക് ജംഗ്ഷനുകൾ, ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ, ഇത്രയും സ്ഥലങ്ങളിലുള്ള വാഹനങ്ങൾ ഒരു വർഷം നഷ്ടമുണ്ടാക്കുന്ന 92.7 crores ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന ലൈനിൽ കൂടെ കൃത്യമായും നിയമം അനുസരിച്ചുകൊണ്ടും യാത്ര ചെയ്യുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോലീസുകാരുടെ എണ്ണം കുറയും, ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട വാർഡന്മാരുടെ എണ്ണം കുറയുന്നു. അപ്പം നമുക്കതിനർത്ഥം എന്താണ്? അവർക്ക് റിമോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും, എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ സ്പീഡ് ചെക്കിങ് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കൺട്രോളിലാക്കി കഴിഞ്ഞു. അതുപോലെ ധീരനായ ഒരു ട്രാഫിക് പോലീസ് കമ്മീഷണർ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മാറി. മറ്റത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനും സേഫായിട്ട് സ്ഥലത്തേക്ക് എത്താനും അതേസമയം തന്നെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ വാഹനങ്ങൾ പോകാനുമാണ് ലൈൻ ട്രാഫിക്. ഈ മാസ്ക് കൊടുത്തു എന്നുള്ളത് ഒരു വലിയൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു സംഗതിയായിട്ട് വന്നല്ലോ. അതാണ് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അതുകൂടാതെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഈ മാസ്ക് കൊടുത്തതിനൊപ്പം തന്നെ നമുക്ക് അടുത്ത ഈ വരുന്ന എല്ലാ ടോൾ പ്ലാസകളും ഏറ്റവും വലിയ പ്രശ്നമാണ്. പലരും ശ്രദ്ധിക്കുന്നില്ല. അത് വാഹനം നിർത്തി എരപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്ലേസാണത്. അവിടെയും ഞങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവിടെയുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ഞങ്ങളുടെ ഈ റോട്ടറി ക്യാൻസർ പ്രോജക്റ്റിൻ്റെ വകയായിട്ട് നമ്മൾ മാസ്ക് കൊടുക്കാൻ പോകാം. അവർക്കും കൊടുക്കാം. യെസ്. സോ ഒരു മാറ്റം ഇപ്പോൾ വരണം. അവിടെ നമുക്കൊരു മാസ്ക് ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരണം. വരും തലമുറയിലുള്ള കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ മുൻ കണ്ടുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാറ്റം ഉണ്ടാവേണ്ട അത്യന്താപേക്ഷിത സംഗതിയാണ്.